വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മോഡൽ എക്സാം പേപ്പറാണ് കേട്ടോ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ക്ലാസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു മോഡൽ പേപ്പർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേസിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280 എന്ത് പറയുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 280. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേരെന്താണ്? കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേരെന്താണ്? എന്താണ്? ആട്ടക്കഥയാണ് അല്ലേ? ആട്ടക്കഥയാണ്. നെക്സ്റ്റ്, വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ്? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബോളിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. അഹമ്മദാബാദിലെ തുണി മിൽ സമരം, ഖേദയിലെ കർഷക സമരം, തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ഇവയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് സമരങ്ങൾ? ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ. ഏതൊക്കെ സമരങ്ങളാണ് ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങൾ എന്ന് പറയുന്നത്? ഏതാണ്? അഹമ്മദാബാദിലെ തുണി മിൽ സമരം, അതുപോലെ തന്നെ ഖേദയിലെ കർഷക സമരമാണ് ആദ്യത്തെ പ്രാദേശിക സമരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് തന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ അഹമ്മദാബാദിലെ തുണി മിൽ സമരം നടന്നത് എന്നാണ്? 1918. അതുപോലെ ഖേദയിലെ കർഷക സമരം നടന്നത് എന്നാണ്? 1918. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായ ആൻസർ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് പെടാത്തവയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 3, 4 പെടാത്തത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് 11 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്. നെക്സ്റ്റ്, 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കണ്ടൽക്കാട് സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി എന്താണ്? 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കണ്ടൽക്കാട് സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണ്? മിഷ്ടി പദ്ധതിയാണ്. കണ്ടൽക്കാട് പദ്ധതി എന്താണ്? മിഷ്ടി പദ്ധതി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ പ്രമേഹ ബയോ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം ഏതാണ്? അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീലിയമാണ് അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം. നെക്സ്റ്റ്, എക്സ്റേ തരംഗങ്ങളെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? എക്സ്റേ തരംഗങ്ങളെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? നോക്കിയ ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അല്ലേ, ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? ആദിത്യ L1, ചന്ദ്രയാൻ, റിസാറ്റ്, എക്സ്പോസാറ്റ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? എക്സ്പോസാറ്റ്. ആദിത്യ L1 എന്തായിരുന്നു? സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ചന്ദ്ര എന്ന് പറയുന്നത് ഏത് വിളയുടെ ഇനമാണ്? കുരുമുളക്. നെക്സ്റ്റ്, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ അല്ലേ? ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. ശരിയാണല്ലോ. നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വരുന്നില്ല. കോടതി മുഖേന നേടിയെടുക്കാനായിട്ട് പറ്റില്ല നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. 4 മാത്രമാണ്. എന്തൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളെ
കുറിച്ച് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോടതി മുഖേന നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? അവനി ലേഖർ കേട്ടോ. അവനി ലേഖറിയാണ് പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. നെക്സ്റ്റ്, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാമാണ്? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ് നോക്കിയേ. മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഏതൊക്കെയാണ്? 1, 3 ആൻസർ വരുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ്? നമുക്കറിയാം പാർലമെന്റ് പുനഃസംഘടനാ നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഏത് വർഷമാണ്? 1956. അതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കർ, അതുപോലെ തന്നെ ഫസൽ അലി, HM ഖുസ്രു എന്നിവരായിരുന്നു. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാണ്ടിരിക്കില്ല. അപ്പോൾ അതിലെ എന്ന് വെച്ചാൽ ചെയർമാൻ, അധ്യക്ഷൻ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസൽ അലിയാണ്. അതല്ല മലയാളി ആയിട്ടുള്ള ആളാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മലയാളിയായ അംഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സർദാർ KM പണിക്കരാണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത് ആ ഒരു സമയത്ത് എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്നാണ്. ഏതാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ജലവിതരണം, വാട്ടർ സപ്ലൈ ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖല. നെക്സ്റ്റ്, ആരാണ് സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ചത്? ആരാണ്? തന്നിരിക്കുന്നതിൽ അലക്സാണ്ടർ ഹംബോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണത്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രിപ്സിനാണ് മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി. നെക്സ്റ്റ്, വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? മഞ്ഞപ്പിത്തമാണ് വൈറസ് വഴി ഉണ്ടാകുന്നില്ലേ. എലിപ്പനി എന്താണ്? ബാക്ടീരിയ രോഗമാണ് അല്ലേ. അപ്പോൾ വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് ഏതാണ്? മഞ്ഞപ്പിത്തമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നത്? ഏതൊക്കെയാണ്? പ്രസവവും പരിചരണവും എന്ന് പറയുന്നുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമോ? ഇല്ല അല്ലേ, അത് വരുന്നില്ല. പിന്നെ മരുന്ന് കൊടുത്തുള്ള ചികിത്സ എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണല്ലോ അല്ലേ. മരുന്ന് കൊടുത്തുള്ള ചികിത്സ എന്ന് പറയുന്നത് ശരിയാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് നമുക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കാം. കിടത്തി ചികിത്സ ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ലഭിക്കുന്ന ഏതൊക്കെയാണ്? മരുന്നും അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പാണ്. 2, 3 ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, പാപ്സ്മിയർ പരിശോധന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് നമ്മൾ കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. പാപ്സ്മിയർ പരിശോധന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഏതാണ്? അർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 ശരിയാണല്ലോ. 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അല്ലല്ലോ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. അപ്പോൾ അത് തെറ്റാണ് വരുന്നത്. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതും ശരിയാണ്. അപ്പോൾ 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1, 3 ശരി വരുന്നത് കേട്ടോ.
നെക്സ്റ്റ്, ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏതാണ്? ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം തന്നിരിക്കുന്നതിൽ ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ ആണ് ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറപ്പാക്കിയ വ്യക്തി ആരാണ്? ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറപ്പാക്കിയ വ്യക്തി ആരാണ്? അമീർ ഖുസ്രു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചതാരാണ്? എപ്പോഴും ചോദിക്കുന്നതാണല്ലോ അല്ലേ. 1857 നേതാക്കന്മാരും കലാപസ്ഥലങ്ങളും ചോദിക്കാറുണ്ട്. 1857 കലാപത്തെ നമ്മളറിയാം ശിപായി ലഹള എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നു. ലക്നൌവിൽ നയിച്ചത് ആരായിരുന്നു? ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ്, മാക്രോ എക്കണോമിക്സിൻ്റെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജെ.എം. കെയ്ൻസ്. നെക്സ്റ്റ്, 2025 പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? 2025 പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? ഏഴാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാമാണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, വിധവാ പുനർവിവാഹം നിരോധിച്ചു എന്ന് പറയുന്നുണ്ട്, അതിൽ വരുന്നില്ല. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, അതുപോലെ ശൈശവവിവാഹം നിരോധിച്ചു. ഇവ മൂന്നുമാണ് നിരോധിച്ചത് കേട്ടോ. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവവിവാഹം നിരോധിച്ചു. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായത് നമുക്ക് നോക്കിപ്പോകാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നെന്ന് പറയുന്നതാണ് ശരി വരുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഈ കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? നോക്കി, ഉത്തരായന രേഖ കടന്നു പോകുന്നതാണ് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ത്രിപുര എന്നിവയിലൂടെയൊക്കെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. നമുക്ക് തന്നിരിക്കുന്നതിൽ ഒഡീഷയുണ്ട്. ഈ ഒഡീഷ എന്ന് പറയുന്നതാണ് കടന്നു പോകാത്ത സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സുകുമാർ സെൻ. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകൾ എത്രയാണ്? ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകൾ എത്രയാണ്? 8 സ്വർണം 1 വെള്ളി 3 വെങ്കലം. 8 സ്വർണം 1 വെള്ളി 3 വെങ്കലം. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. നെക്സ്റ്റ്, ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യം ഇതിലേതാണ്? ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യം ഇതിലേതാണ്? ഇന്തോനേഷ്യ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? ധനകാര്യ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? എങ്ങനെയാണ്? സ്ട്രീം ലൈനിങ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണെന്ന് പറയുന്നുണ്ട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സഞ്ചാരപഥം ഭൂമിയിൽ ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അതുപോലെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഭൂസ്ഥിരം ഉപഗ്രഹമാണ് അല്ലേ, അപ്പോൾ അവിടെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം സാധ്യമാകുന്നില്ല. ഇനി സാധ്യമാകുന്ന വേറെയാണ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ വരുന്നില്ല. ഇനി വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ശരിയാണ്. നമുക്ക് വരുന്നത് 1, 3, 4 സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1967 1967. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജ്ജം 2 mg ആണെങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജ്ജം എത്രയായിരിക്കും? ആകെ ഊർജ്ജം എത്രയായിരിക്കും? -2 mg അല്ലേ? -2 mg. ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജ്ജം 2 mg ആണെങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജ്ജം എന്നത് -2 mg ആയിരിക്കും. നെക്സ്റ്റ്, ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്ന മാർഗം എന്തായിരുന്നു? ദാദാഭായ് നവറോജി ദാരിദ്ര്യരേഖ കണക്കാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മാർഗം തന്നിരിക്കുന്നതിൽ ഏതാണ്? ജയിൽ ജീവിത ചെലവ് സൂചിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതാണ്? ഇത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാണ്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? തന്നിരിക്കുന്നതിൽ ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബൽവന്ത് റായ് മേത്ത. 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന, ഇതും റിപ്പീറ്റഡ് ആണോ? 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. നെക്സ്റ്റ്, ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പ്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരാരാണ്? കേരള ജുഡീഷ്യൽ മിനിസ്ട്രിയിൽ സർവീസ് ഉള്ളവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകിയ പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാലക്ഷ്മി സ്കീം വെച്ചതാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ്. നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇത് കണ്ട ക്വസ്റ്റ്യൻ ആണോ? നെക്സ്റ്റ്, ലഞ്ചബിൾ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏതാണ്? അഗ്നിപർവ്വത രൂപപ്പെടുന്ന ശില തന്നിരിക്കുന്നതിൽ ഏതാണ്? ആഗ്നേയശില. നെക്സ്റ്റ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് മാത്സ് ക്ലാസ്സുകൾ മാത്സ് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. 51, ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക, ആൻസർ എഴുതാം. 52, 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ്? ഞാൻ ആൻസർ കൂടെ പറഞ്ഞു പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? 51ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 52, 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ്? 225 സി കേട്ടോ. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? 53 ബി ആണ്, 24%. 54, 2 സംഖ്യകൾ തുക 75 അവയുടെ വ്യത്യാസം 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ വ്യത്യാസം എത്രയാണ്? 54 ആൻസർ എ ആണ്, 1500. മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ അക്ഷരക്കൂട്ടം ഏതാണ്? ബി ആണ്, UVT ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ സമയം 4:20 എങ്കിൽ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണ്? 10 ഡിഗ്രി ആയിരിക്കും, ഡി ആണ്. 2021 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2021 ഫെബ്രുവരി 1 ഏത് ദിവസമായിരിക്കും? തിങ്കളാണ്. 58, ഒരു ക്യൂവിൽ അരണിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 17ാമതും പിന്നിൽ നിന്ന് 33ാമതും ആണെങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട്? ബി 49. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചോ എങ്കിൽ വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? സി 140. നെക്സ്റ്റ്, 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗസംഖ്യ ലഭിക്കും? 56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. ഷീ ഡാഷ് ദ ലിവിംഗ് റൂം വെൻ ഷീ ഹിയർഡ് എ സ്ട്രേഞ്ച് നോയ്സ് ഇൻ ദ കിച്ചൺ. എന്താണ് വരാ? ഏത് ടെൻസ് ആണെന്ന് പഠിക്കണം അല്ലേ? ഷീ ഡാഷ് ദ ലിവിംഗ് റൂം വെൻ ഷീ ഹിയർഡ് എ സ്ട്രോങ് നോയ്സ് ഇൻ ദ കിച്ചൺ.
ആൻസർ വരുന്നത് വാസ് ക്ലീനിങ്. ഷി വാസ് ക്ലീനിങ് ദ ലിവിംഗ് റൂം വെൻ ഷീ ഹേർഡ് എ സ്ട്രോങ് സ്ട്രേഞ്ച് നോയ്സ് ഇൻ ദ കിച്ചൺ. 62 യു ക്യാൻ ഹാവ് അനദർ കപ്പ്. ക്വസ്റ്റ്യൻ ടാഗ് യു ക്യാൻ ഹാവ് അനദർ കപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാ വരാം? എന്താണ് വരാം? അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നോട്ട് വരും. ക്യാൻ ആണ് ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോണ്ടിയു അല്ലേ, CANT കോണ്ടിയു എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഹി ആസ് വെൽ ആസ് ഹിസ് 2 brothers അബ്രോഡ്. ഏതാണ് വരാം? ആൻസർ ഏതാണ് വരുന്നത്? ഏതാണ്? സി ആണ്, ഈസ് ആണ് വരുന്നത്. ഹി ആസ് വെൽ ആസ് ഹിസ് 2 brothers ഈസ് അബ്രോഡ് എന്നാണ് വരുന്നത്. എസ് വെൽ എസ് വരാണെന്നുണ്ടെങ്കിൽ ഏത് ടെൻസാണ് വരുന്നതെന്നൊക്കെ കോൺകോഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് ഐ സോ ഹിം ലീവിങ് ദ ഹൗസ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഐ സോ ഹിം ലീവിങ് ദ ഹൗസ്. ഏതാണ് വരുന്നത്? ഹി വാസ് സീൻ ടു ബി ലീവിങ് ദ ഹൗസ്. ഹി വാസ് സീൻ ടു ബി ലീവിങ് ദ ഹൗസ്. ബ്രൂണെ ഈസ് ഡാഷ് ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനി. എന്താ വരാ? ആൻസർ ഏതാണ് വരാ? ബീട്ടോ ആൻ ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ആഡ്വർബ്. ആഡ്വർബ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ആഡ്വർബ്? ഫാസ്റ്റ്. ജോൺ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണ് വരുന്നത്. ജോൺ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. നെക്സ്റ്റ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ദ മിസ്റ്റേക്ക് ആയിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബീയിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോട്ട് ഡേ അല്ലേ? ബീയിങ് എ വെരി ഹോട്ട് ഡേ ഇതാണ് തെറ്റ് വരുന്നത്. ഹി ഹാർഡ്ലി വർക്ക്സ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഹാർഡ്ലി മീൻസ്, ഹാർഡ്ലി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? ഹാർഡ്ലി എന്ന് വെച്ചാൽ എന്താണ്? സ്കേഴ്സ്ലി. നെക്സ്റ്റ് ഗീവ് ദ പ്ലൂറൽ ഓഫ് ഷീപ്പ്. എന്താണ്? ഗീവ് ദ പ്ലൂറൽ ഓഫ് ഷീപ്പ്. ആൻസർ വരുന്നത് ഷീപ്പ് എന്നാണ്. ഷീപ്പിൻ്റെ പ്ലൂറൽ എന്ന് തന്നെയാണ്, ഷീപ്പ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബന്ധുജനങ്ങൾ മുഴുവനുമീ പ്രേമബന്ധത്തിനെന്നോട് തീർത്തു നിൽ പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത്. നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? ചന്ദ്രികയുടെ വരികളാണ്. നെക്സ്റ്റ് മലയാളം ഉണ്ടോ? നെക്സ്റ്റ് കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ്? കാക്കനാടൻ എന്ന് പറയുന്നത് ആരുടെ തൂലിക നാമമാണ്? ആരുടെയാണ്? ജോർജ് വർഗീസിൻ്റെ തൂലിക നാമമാണ്. തന്നിരിക്കുന്നവയിൽ മധ്യമ പുരുഷനുദാഹരണം ഏതാണ്? മധ്യമ പുരുഷനുദാഹരണം ഏതാണ്? നിന്റെ. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതാണ്? ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതാണ്? ഹൃദയരാഗങ്ങൾ. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ലോചം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ്? തെറ്റായത് ഏതാണ്? എല്ലാ മാസം തോറില്ലേ? എല്ലാ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇവിടെ തോറെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അതാണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ് കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? രണ്ടും പോകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താമരപ്പൂ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? താമരപ്പൂ എന്നർത്ഥം വരുന്നത് സാരസമാണ്. നെക്സ്റ്റ് ധനുഷ് പ്ലസ് പാണി ചേർത്ത് എഴുതിയാൽ ധനുഷ് പാണി. ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം ഏതാണ്? ഉന്മീലനം ചോദിച്ചു കാണുന്നുണ്ട് കേട്ടോ. ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം ഏതാണ്? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ചോദിച്ച PSC ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാതെ പോയി കാണാതെ കണ്ടാൽ മതി, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? നിമീലനമാണ്. ഗഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കന്നാബിസ് സറ്റീവ. ചെത്തുന്ന തെങ്ങിൽ നിന്ന് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കേണ്ട കള്ളിൻ്റെ അളവ് എത്രയാണ്? ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നുണ്ടോ? ചെത്തുന്ന തെങ്ങിൽ നിന്ന് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കേണ്ട കള്ളിൻ്റെ അളവ് എത്രയാണ്? 2 ലിറ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേഹപരിശോധന വേളയിൽ NDPS ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സാക്ഷിയായി ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്? ദേഹപരിശോധന വേളയിൽ NDPS ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സാക്ഷിയായി ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്? ഏത് സെക്ഷനാണ്? 50(2)(2). വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ്? വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ്? 18 വയസ്സിൽ താഴെ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണ്. നെക്സ്റ്റ്, കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം FLA ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? വിദേശ മദ്യ ലൈസൻസ് പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് വിദേശ മദ്യം വിൽപ്പന നടത്തുവാനായിട്ട് സർക്കാർ അധികാരം നൽകിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കൊക്കെ എന്താണ് ബിവറേജസ് മദ്യം വിൽക്കുന്നതാണ്. പക്ഷേ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അനുവാദം നൽകിയിട്ടില്ല. അപ്പോൾ 1, 2, 3 ശരിയായ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, LSD സ്മോൾ ക്വാണ്ടിറ്റി അളവ് എത്രയാണ്? LSD സ്മോൾ ക്വാണ്ടിറ്റി അളവ് എത്രയാണ്? 0.002 ഗ്രാം. നെക്സ്റ്റ്, മദ്യപാനം മൂലം ലോകത്ത് ആകെ മരണപ്പെടുന്ന സ്ത്രീകളുടെ ശതമാനം എത്രയാണ്? മദ്യപാനം മൂലം ലോകത്ത് ആകെ മരണപ്പെടുന്ന സ്ത്രീകളുടെ ശതമാനം എത്രയാണ്? 2.6%. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണെന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുന്നത്? ഓരോ 500 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം എന്ന് പറയുന്നതും, അതുപോലെ ആകെ യാത്രയ്ക്ക് പരമാവധി 0.5% എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗരറ്റിലോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളിലോ നൽകേണ്ട നിർദ്ദിഷ്ട മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട COTPA കോഡ് ഓഫ് ആക്ട് സെക്ഷൻ ഏതാണ്? സിഗരറ്റിലോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളിലോ നൽകേണ്ട നിർദ്ദിഷ്ട മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് ആക്ട് സെക്ഷൻ ഏതാണ് വരുന്നത്? ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സെക്ഷൻ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്പിരിറ്റ് കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം ഏതാണ്? ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്പിരിറ്റ് കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം ഏതാണ്? ചുവപ്പാണ് കേട്ടോ. ENA ഇറക്കുമതിക്കായി അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? ENA ഇറക്കുമതിക്കായിട്ട് അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? 10,000. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവരസാങ്കേതിക നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് എത്രയാണ്? കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 വിവരസാങ്കേതിക നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് എത്രയാണ്? വകുപ്പ് 43 വകുപ്പ് 66 പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏതാണ്? അതായത് സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലുള്ള അബ്കാരി ലോക്ക് ഉണ്ട്. ഈ അബ്കാരി ലോക്ക് നൽകുവാനുള്ള ചട്ടപ്രകാരം അധികാരപ്പെട്ടിട്ടുള്ള ഓഫീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കമ്മീഷണറുടെ ഓഫീസാണ്. നെക്സ്റ്റ്, അബ്കാരി ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അബ്കാരി ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് എത്രയാണ്? വകുപ്പ് 50. നെക്സ്റ്റ്, വിൽപ്പനയ്ക്കായുള്ള ബിയറിൻ്റെ കൂടിയ ഗാഢത എത്രയാണ്? എത്രയാണ്? 6%. NDPS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ട്രയാങ്കിളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഏതാണ്? ഇറാനാണ് ഉൾപ്പെടാത്തത്. ഏതൊക്കെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ വരുന്നത്? മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ട്രയാങ്കിളാണ് മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്. നെക്സ്റ്റ്, IT ആക്ട് നിലവിൽ വരുമ്പോൾ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? പ്രമോദ് മഹാജൻ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.